എന്നിട്ട് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി നിരന്തരമായി നിയമപരമായി ഇടപെടുകയും അത് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ എത്തിക്കുകയും ഇത് അനധികൃതമായിട്ടുള്ള ഒരു വാർഡ് വിഭജനമാണെന്നും ഇതിൽ കുറെ അപാകതകളുണ്ടെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അത് അന്വേഷിക്കുകയും അതിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തി കല്ലങ്കയിൽ നിന്നും പോയ 150ഓളം വോട്ടുകൾ വീണ്ടും ആ കല്ലങ്കയിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിയമപരമായ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മൊഗ്ര പുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കുള്ള ഒരു പെരുന്നാളാണ്. 2020 SDP ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. കളവിലയുടെയും വഞ്ചനയുടെയും പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നമ്മുടെ മെമ്പറെ രാജിവെപ്പിച്ചു. 2025 വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. അതിനു മുമ്പേ ഇവിടുത്തെ സാമ്പ്രദായ പാർട്ടിയായ ലീഗ് SDP-യെ അടിവേരെ പിഴുതെറിയുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പാർട്ടിയിലേക്കുള്ള ഈ പാർട്ടി പ്രവർത്തകർ ഒരു നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഈ പ്രസ്ഥാനത്തെ അങ്ങനെ നിങ്ങൾക്ക് മൂക്കിൽ കയറ്റി വലിച്ചു കയറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കല്ലങ്കൈ വാർഡിൽ വിജയം മാത്രമല്ല, നമുക്കുള്ളൊരു പ്രതികാരമാണ്. എന്ന സമീർ 183 വോട്ടിനാണ് ഇവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥികളോട് വിജയിച്ച് മൊഗ്ര പുത്തൂർ പഞ്ചായത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് 2 വാർഡിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചയച്ചത്. അതേപോലെ 16-ാം വാർഡ് കേവലം തുച്ഛമായ വോട്ടിനാണ് നമ്മൾക്ക് പരാജയപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് 2030 അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായ നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എടുക്കേണ്ടത് മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വമെന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രകടനത്തിൽ പങ്കെടുക്കൽ മാത്രമല്ല, മറിച്ച് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഞാനിത് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയാതെ മാറി നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ഈ SDP പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന് സംശയിക്കുന്നവരും ചോദിക്കുന്നവരുമുണ്ട്. വർത്തമാന മധ്യേ ഒരു സഹപ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ SDP പോലുള്ള പാർട്ടികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് കൊണ്ട് സാമ്പ്രദായിക പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പാർട്ടി അപകടകരമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ പൂർവികരാരും രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തവരല്ല. നമ്മുടെ പിതാക്കന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തവരല്ല. നമ്മുടെ സഹോദരന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തവരല്ല, മറിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അതിനു മുമ്പുള്ള ചരിത്രവും ഞാൻ പരാമർശിക്കുന്നില്ല. ജനാധിപത്യം രൂപപ്പെടുത്തുന്നത് നിരന്തരമായി സമരകോടിയിൽ പ്രവർത്തിച്ച് രാഷ്ട്രതെരുവുകളെ സമരം കൊണ്ട് ജ്വാലകൾ തീർത്ത് നിരന്തരമായി രാജ്യത്തേക്ക് അധിനിവേശവുമായി വന്ന വൈദേശിക സംവിധാനത്തെ ചെറുത്തു തോൽപ്പിച്ച് ഭരണഘടനാ വിധേയമായ രാഷ്ട്രം നമുക്ക് നിർമ്മിച്ചു തന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നമ്മുടെ പൂർവ്വസൂരികളുണ്ട്. അവരെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയട്ടെ,
അതിനുശേഷമുള്ള നമ്മുടെ പൂർവികരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ ആ പ്രവർത്തനം അവർ ആയിട്ടായിരുന്നില്ല. അവർ വിചാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്ക് പ്രവർത്തിക്കാം, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഭരണഘടന നടപ്പിലാക്കുമെന്ന് അവർ വിശ്വസിച്ചു. ചിലര് വിചാരിച്ച് ഇന്ത്യയുടെ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാം, ചിലരെല്ലാം വിചാരിച്ച് ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാം. പിന്നീട് സോഷ്യലിസ്റ്റ് വിപ്ലവം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന അത്തരം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കാം എന്നെല്ലാം വിചാരിച്ച് സമ്പത്ത് കൊടുത്തവരാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൂർവികർ. ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ സമകാലികരായ ലക്ഷക്കണക്കിന് ആളുകൾ. എന്നാൽ ഇത്തരം പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിച്ച് അതിനുവേണ്ടി സിന്ദാബാദ് വിളിച്ച് അതിനുവേണ്ടി കൊടിമര ജാഥ നടത്തി കൊടിമരങ്ങൾക്ക് കാവൽ നിന്ന് അതിനുവേണ്ടി ജീവൻ കൊടുത്തും ജീവിതം കൊടുത്തും 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തത് കൊണ്ടാണ് രാജ്യം ഈ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത്. രാഷ്ട്രശബ്ദങ്ങളെ കൊഞ്ഞനം കുട്ടുന്ന ഭരണഘടനയും നിഷേധിക്കുന്ന ഒരു സംഘം അക്രമത്തിൽ ഔത്സുക്യരായ ആളുകൾ ജനാധിപത്യത്തിന്റെ ദൗർബല്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത് ആരും രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തത് കൊണ്ടായിരുന്നില്ല. നമ്മൾ ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കണം. അത് ആർക്ക് വേണ്ടിയാണ്? അത് രാജ്യത്തിന് വേണ്ടിയാണ്, അത് തലമുറയ്ക്ക് വേണ്ടിയാണ്, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ്, രാഷ്ട്രഭാവിക്ക് വേണ്ടിയാണ്. സംഘർഷരഹിതമായ ഇന്ത്യയിൽ ആത്മാഭിമാന ബോധത്തോടെ തങ്ങൾ രാജ്യത്തിന്റെ പൗരന്മാരാണെന്ന ചിന്തയോടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ സുസ്ഥിരമായ രാഷ്ട്രീയ സംവിധാനം വളർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പ്രവർത്തനത്തെ ഗൗരവത്തോടെ കാണണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഇന്ത്യ രാജ്യത്ത് 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അവില്ല സാമൂഹ്യനീതി നടപ്പിലാക്കിയിട്ടില്ല, പൗരാവകാശം സംരക്ഷിച്ചിട്ടില്ല, രാഷ്ട്ര സംവിധാനത്തെ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിച്ചിട്ടില്ല. സംഘപരിവാർ ഇവിടെ പേർവാഴ്ച നടത്തിയപ്പോൾ ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ല. ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു, അത് പാർലമെന്റിൽ വെച്ചു. എന്താ രജീന്ദ്ര സച്ചാർ പറഞ്ഞത്? 50 കൊല്ലത്തിലധികം കോൺഗ്രസ് വോട്ട് ചെയ്ത അല്ലെങ്കിൽ സാമ്പ്രദായിക പാർട്ടികൾ വോട്ട് ചെയ്ത ജീവനും ജീവിതവും കൊടുത്ത അതിനുവേണ്ടി രാത്രികളെ പകലാക്കിയ ഒരു സമുദായത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി പട്ടികജാതി പട്ടികവർഗത്തെക്കാൾ പിന്നാക്കമാണ് ഇന്ത്യയിൽ എന്നാണ് രജീന്ദ്ര സച്ചാർ പറഞ്ഞത്. ആരെങ്കിലും പറയുന്നതാണോ? ഒരു ഭരണകൂടത്തെ വിലയിരുത്തേണ്ടത് അങ്ങനെയല്ലേ? 50 വർഷം ഭരണം നടത്തിയതിന്റെ റിസൾട്ടാ പറഞ്ഞത്. അതായിരുന്നു ഇന്ത്യയിലെ ദളിതുകളെക്കാൾ പിന്നാക്കമെന്നാണ് പറഞ്ഞത്.